സെറ്റിംഗ് ബൗണ്ടറീസ് അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യന്റെ കാര്യമാണ്. ആര്യനും അനിയനും തമ്മിൽ നല്ലൊരു വഴക്കുണ്ടായി. അതിൽ ഫിംഗർ കാണിച്ചു ആര്യൻ. ഓക്കെ, അപ്പം റിംഗ് ഫിംഗർ കാണിച്ചാലും മിഡിൽ ഫിംഗർ കാണിച്ചാലും അതൊന്നും ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഷോയിൽ നോട്ട് ദാറ്റ് മച്ച് കൂട്ടും. അതൊരു ഓക്കെ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അനുവിന്റെയും ആര്യന്റെയും ബെഡ് അടുത്തടുത്താണല്ലോ, അപ്പൊ അതിൽ മെസ്സാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് കയറി ചൊറിഞ്ഞു. അനുവും കയറി ചൊറിഞ്ഞു, മൊത്തം വഴക്കായി. അനു ഇന്നലെ മിഞ്ഞാന്നൊക്കെ നീ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തു. അപ്പൊ അവിടെ ഒരു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് അത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത്. അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ആര്യന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആര്യന് 10-21 വയസ്സായി, മെച്യൂർഡ് അല്ലാത്ത വ്യക്തിയൊന്നല്ല. ബിഗ് ബോസിലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ബിഗ് ബോസ് ആ ഒരു മെച്യൂരിറ്റി ലെവലും എല്ലാം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ പലരും ഇതിനു മുമ്പും ആര്യന്റെ ഒരു ഡബിൾ മീനിങ് ജോക്സ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഇതേവരെ റിയാക്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ശാരിക പറയുന്നുണ്ട് വൃത്തിയായിട്ട് കുറച്ച് ജോക്സും കാര്യങ്ങളും. അതേപോലെ കുളിക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ അവിടെ വെച്ചിട്ട് കുളിക്കണം എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസ് പറഞ്ഞപ്പോൾ എന്നാ നീ കയറി വാ എന്ന് പറയുന്ന സംഭവം അതൊന്നും അത്ര വലിയ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അത്രയും ഇൻഡീപ്പ് ക്ലോസ് ആയിട്ടുള്ള ആളോട് പറയാമെന്നല്ലാതെ റിയാലിറ്റി ഷോയിൽ വന്ന കണ്ടസ്റ്റൻസിനെ കണ്ട് 2-3 പരിചയമുള്ളൂ. ആ ദിവസത്തെ പരിചയത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം പറഞ്ഞാൽ റോങ് ടോക്ക് തന്നെയാണ്. എനിക്ക് അതിനൊന്നും ഞാൻ ഒട്ടും യോജിക്കുന്നത് തന്നെയല്ല. അപ്പോൾ ആര്യൻ കുറച്ചും കൂടിയും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല 8ന്റെ പണിയാണ് ഈ 7ാമത്തെ സീസണിൽ ആര്യന് കിട്ടാൻ പോകുന്നത്. ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. എസ്പെഷ്യലി ഒരു ലേഡിയെ നോക്കിയിട്ട് റിംഗ് ഫിംഗർ ആണെങ്കിൽ മിഡിൽ ഫിംഗർ കാണിക്കുന്നൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. അത്ര വലിയ ആണത്വവും വലിയ ഗറ്റ്സും ഭയങ്കര ധൈര്യവും ഭയങ്കര സംഭവമൊന്നുമല്ല. അതൊക്കെ വെറും ക്ലീശ സംഭവങ്ങളാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അനുവിനോട് എനിക്ക് പറയാം, അനു എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? അനു അവിടെ എന്താ കുടുംബം ഉണ്ടാക്കാൻ വന്നാണോ? അനു പറയുന്നുണ്ട് ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ട, വഴക്കില്ലാതെ ഈ ഒരു സീസണെങ്കിലും മുന്നോട്ട് പോകട്ടെ എന്ന്. അതിന് പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നത്. റിയാക്ട് ചെയ്യേണ്ടത് ഓൺ ടൈമിൽ റിയാക്ട് ചെയ്യണം. ഇപ്പൊ എന്നാ നമുക്ക് ഒരുമിച്ച് കുളിക്കാം അങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തുകൊണ്ട് അവർ സൈലന്റ് ആയി? ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം റിംഗ് ഫിംഗർ കാണിച്ചപ്പോൾ എന്തുകൊണ്ട് അനു മിണ്ടാണ്ടേ? പിന്നെയും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് പറയുന്നതിലും അർത്ഥമില്ല. റിയാക്ട് ചെയ്യേണ്ട ടൈമിൽ ഓൺ ടൈമിൽ റിയാക്ട് ചെയ്യാത്തതുകൊണ്ടാണ് വിഷയങ്ങൾ മുഴുവനും. അത് ജീവിതത്തിലാണെങ്കിലും ഇപ്പൊ റിയാലിറ്റി ഷോയിലാണെങ്കിലും എടുത്തു വെച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് അപ്പം മിണ്ടില്ല എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും കുറ്റമുണ്ട്. പക്ഷെ ആര്യന്റെ ഭാഗത്താണ് ഇത്തിരി വലിയ കുറ്റമുള്ളത്. കാരണം ഒരിക്കലും അത് ചെയ്യാൻ പാടാത്തൊരു കാര്യമായിരുന്നു. ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ ആര്യൻ ഒരുപാട് അവിടെ പറയുന്നുണ്ട്. അതിന് പറ്റിയൊരു സ്ഥലമല്ല അത്. അതിന് പറ്റിയൊരു ആളും തരവും എന്നല്ല. ഒരുപാട് പ്രേക്ഷകർ കാണുന്നതാണ്. ഇത് ആര്യന്റെ ഇമേജിനെ തന്നെയാണ് ഭയങ്കരമായിട്ട് ബാധിക്കുക. അതേപോലെ തന്നെ അനു ഇത് പറഞ്ഞ് കരഞ്ഞ് അലമ്പാക്കുന്നുണ്ട്. അനുവിന്റെ ഭാഗത്ത് ഇതിനു മുമ്പ് ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, നോ പറയേണ്ടടുത്ത് നോ പറയാതെ ആ വ്യക്തി കിട്ടി ഫേസ് ചെയ്ത ഇഷ്യൂസും സൈബർ ബുള്ളിങ് ഒന്നും ചെറുതല്ല. അപ്പൊ അതേപോലെ തന്നെ അനു അവിടെ പറയുന്ന ന്യായീകരണം എനിക്കൊരു ന്യായീകരണമായിട്ട് തോന്നുന്നില്ല. ഞാനായിട്ട് ഒരു ഇഷ്യൂ വേണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും മിണ്ടരുതായിരുന്നു. ഇപ്പൊ എന്തിനാണ് മിണ്ടിയത്? അപ്പൊ പ്രൊവോക്ക് ചെയ്തുകൊണ്ടാണ് മിണ്ടിയെന്ന് പറയുന്നു. എന്തിനാണ് ഒരാൾ പ്രൊവോക്ക് ചെയ്യട്ടെ, മാക്സിമം പ്രൊവോക്ക് ചെയ്യട്ടെ, ക്ഷമയുടെ നെല്ലിപ്പലക വിടുമ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തിനാണ്? ഒരാൾ നമ്മുടെ അടുത്ത് മോശമായിട്ട് റിയാക്ട് ചെയ്താൽ, സംസാരിച്ചാൽ, എന്തെങ്കിലും ഒരു സംഭവം ആക്ഷനിലൂടെ പോലും കാണിച്ചാൽ ഓൺ ടൈമിൽ നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ എന്തായാലും ഒരു ഇമേജിനെ ഭയങ്കരമായിട്ട് താളം തെറ്റുന്ന രീതിയിലാണ് ആര്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു ആക്ട്. അത് ഞാൻ ഈ പറയുന്ന പോലെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഓൺ ടൈമിൽ അത് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ ഇനിയിപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുമായിരിക്കും. ശ്രദ്ധിച്ചാൽ ആര്യന് നല്ലത്.